ഓ ഈ നടുവേദന. ചന്ദ്രോ, ജോണാണോടാ? അതേടാ. ഇപ്പൊ കാണാറൊന്നുമില്ലല്ലോ. അതേപോലെ ഇറക്കത്തില്ലടാ. ആ ഞാനും അതെ. അവള് പോയ പിന്നെ ഞാനും പുറത്തേക്കിറക്കൊന്നും അങ്ങനെ ഇല്ല. നിന്റെ ചെറുക്കൻ ഇംഗ്ലണ്ടിലല്ലേ? അല്ലടാവേ, അവൻ ഓസ്ട്രേലിയയിലാ. അവനിപ്പോ രണ്ടാമതും കൊച്ചുണ്ടായി. അവിടെ പിള്ളേരെ നോക്കാനൊക്കെ ഭയങ്കര പൈസയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പെമ്പറിനോത്തി നാളെ കഴിഞ്ഞ് പോവാ. അത് പറയാനും കൂടിയാ ഞാനങ്ങ് വന്നത്. ഓ അപ്പോ നീയും ഒറ്റയ്ക്കായി അല്ലേ? എന്നാൽ എന്നാ, എല്ലാരും ഒരു നിലയ്ക്ക് എത്തിച്ചില്ലേ. എന്തിനോ ദേ പ്രഷറിൻ്റെ ഷുഗറിൻ്റെ ഗുളിക വെച്ചിട്ടുണ്ട്. കൊതി പറഞ്ഞ ദോശ ചമ്മന്തി മേടിച്ചു വന്നുണ്ട്. പിന്നെ ഗുളിയൊക്കെ കറക്റ്റ് സമയത്ത് കഴിച്ചോണം കേട്ടോ, പറഞ്ഞില്ലത് വേണ്ട. ആ ജോണേട്ടാ എന്നാ ഉണ്ട്? ആ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നടാവേ. അതെ, നിനക്കെന്നടാ ഇപ്പൊ പരിപാടി? ഇവിടെ ചെറിയ കൃഷിയും പരിപാടിയൊക്കെ ഉണ്ടെന്നേ. നീ പുറത്തേക്കൊന്നും പോയി രക്ഷപ്പെടാൻ നോക്കുന്നില്ലേ? ഓ എന്നാ പോവാനാ, നമുക്ക് നമ്മുടെ നാടും വീടും ഒക്കെ തന്നെ സന്തോഷം. പിന്നെ ഞാൻ പോകാമെന്ന് വെച്ചാലും അച്ചാച്ചി സമ്മതിക്കത്തില്ല. വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്നെയും കൊച്ചുമക്കളെയൊക്കെ കണ്ടാലാ പുള്ളിക്ക് സന്തോഷമാകത്തുള്ളൂ. എനിക്കും ഇവരെ കാണാതെ പറ്റത്തില്ലെന്നേ. നിനക്ക് മിച്ചം വല്ലതും ഉണ്ടോടാ? നമുക്ക് ഇതൊക്കെ തന്നെ മിച്ചം. ശരി എന്നാ. ആ പിന്നെ ചന്ദ്രേട്ടാ, നാളെ ആ നടുവേനയുടെ കാര്യത്തിന് വൈദ്യരെ കാണാൻ പോകുന്നു പറഞ്ഞില്ലായിരുന്നു? ഞാൻ വിളിച്ചായിരുന്നു. നാളെ 10 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് ചെയ്ത് തിരക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്രവീണിൻ്റെ ഈ വണ്ടി കൊടുത്തു വിട്ടേക്കാം. കേട്ടല്ലേ, കറക്റ്റ് സമയത്ത് പോകണം. രക്ഷപ്പെടണമെന്ന് ഒരാഗ്രഹം ഇല്ലാത്തവനാ. എല്ലാ നാട്ടിലും കാണും ഇതുപോലെ കുറേ എണ്ണങ്ങൾ. ഞാൻ എന്നാലൊന്ന് കിടക്കാൻ പോവാ. നീ ഇത്ര നേരത്തൊക്കെ കിടന്നു തുടങ്ങിയോ? വെളുപ്പിനെ എണീക്കണം. ചെറുക്കൻ ജോലി കഴിഞ്ഞ് വരുമ്പം വെളുപ്പിന് 2-2:30 അപ്പം വിളിച്ചാലേ കൊച്ചുമക്കളുടെ മുഖമൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. ശരി എന്നാ ഞാനും പോയേക്കുവാ.